അതാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും പിന്നെ എന്താണ് ദൈവനീതിയും എന്തെന്ന് മനസ്സിലാക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗതികമായ ഒരു നേട്ടമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് അവിടെ. അപ്പൊ ദൈവനീതി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ്? 1992 കാറ്റഗിസത്തിൽ 1992 പറയുകയാണ് ദൈവനീതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പാട്ട് പാടിയാൽ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൈയൊക്കെ ഉയർത്തി ഒരു പാട്ട് പാടും. ഇത്തിരി ഗഹനമായി പോവുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ഇറ്റ്. വരട്ടെ വായിക്കാം. ഞാൻ ആദ്യം ഒന്നത് മലയാളത്തിൽ വായിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷിൽ പോകാം. ജസ്റ്റിഫിക്കേഷൻ ഈസ് മെറിറ്റഡ് ബൈ ഹിസ് ബ്ലഡ്. അത് വായിക്കാം. 1992. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ പാട്ട് പാട്, എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട്. ഞാൻ ദുർബലനായ മനുഷ്യൻ, എനിക്കാരു വിമോചനമേകും. പരമേശു മഹോന്നതനെന്നും പരമോന്നതനെന്നും സ്തോത്രം. ഞാൻ ദുർബലനായ മനുഷ്യൻ, എനിക്കാരു വിമോചനമേകും. പരമേശു മഹോന്നതൻ മാത്രം, പരമോന്നതനെന്നും സ്തോത്രം. ഞാൻ പാപിയായ മനുഷ്യൻ, എനിക്കാരു മോചനമേകും. കരുണാനിറഞ്ഞ കർത്താവ്, പരമോന്നതനെന്നും സ്തോത്രം. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാരു വിമോചനമരുളും. പരമോന്നതനേശു മഹോന്നതൻ, പരമോന്നതനെന്നും സ്തോത്രം. ഞാൻ നിത്യത തേടും മനുഷ്യൻ, ദൈവരാജ്യമെനിക്കാരേകും. കരുണ നിറഞ്ഞവനേശു, പരമോന്നതനെന്നും സ്തോത്രം. താങ്ക് യു. ഇത് പഴയ കാലത്തൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതുകൊണ്ടാണ് ബേബിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നൊരാശയമാണ് ഇത്. പൗലോസ്ലിയുടെ ലേഖനത്തിലുള്ളതാണ്. നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ ചെയ്തു പോകുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ്. ആരെന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും? അതാണ് ഞാൻ ദുർഭകനായ മനുഷ്യൻ, എനിക്കാര് വിമോചനമേകും. പരമോന്നതം. ഓക്കെ, ഇരിക്കാം. അപ്പൊ ഇവിടെയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആണിത്. എന്നാൽ ഇപ്പോൾ മിക്കവാറും എളുപ്പം മനസ്സിലാവുന്നത് എന്താണ് ദൈവനീതി എന്ന് പറയുന്നത്. അപ്പൊ ദൈവനീതി എന്ന് പറയുന്നത് സാരാംശത്തിൽ ഇതാണ്. ആദ്യം മലയാളം വായിക്കാം. സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ കുരിശിൽ അർപ്പിക്കുകയും അവന്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാകുകയും ചെയ്തു. ആ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. അതാണ് ദൈവനീതി. ദൈവം നമ്മെ നീതീകരിക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്കെതിരെ പരിഗണിക്കാതെ ആ തെറ്റുകൾ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരവും ചെയ്തുകൊണ്ട് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ജസ്റ്റിഫിക്കേഷൻ ഈസ് ദ മോസ്റ്റ് എക്സലന്റ്. അതിനു മുമ്പ് ജസ്റ്റിഫിക്കേഷൻ ഹാസ് ബീൻ മെറിറ്റഡ് ഫോർ us
by the passion of Christ, who offered himself on the cross as a living victim, holy and pleasing to God, and whose blood has become the instrument of atonement for sins of all men. This justification is conferred to us through baptism. അപ്പം ഈ നീതി എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. അത് നമ്മളൊന്നും പറയാൻ തുടങ്ങിയിട്ടില്ല ഇപ്പം അധികം. ദൈവനീതി എന്താണെന്ന് അത് മനസ്സിലായാൽ മാത്രമേ സുവിശേഷം മനസ്സിലാവുള്ളൂ. വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ, മനസ്സിലായോ? നമ്മുടെ നിങ്ങൾ ലത്തീൻ കുർബാനയ്ക്കൊക്കെ പോകാറില്ലാണല്ലോ. ഈ വിശുദ്ധ ആ അല്ല, അതാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടത്. നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തെന്ന് നീ അറിയാം. ദൈവനീതി മനസ്സിലായിട്ടോ? ഏറ്റു പറയണല്ല, ആദ്യം ഇത് അറിയുക. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്? ദൈവരാജ്യവും ദൈവനീതിയും. ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നോക്കിക്കോളൂ. അതായത് റോമർ 5-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു. ഇല്ലില്ല, വരട്ടെ. റോമർ 5:17 എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. റോമർ 5:17 ഇല്ലില്ല 5 അപ്പോസ്തല പ്രവർത്തനം ആർക്കെങ്കിലും കിട്ടിയോ? റോമർ 5:17 എന്താ പറഞ്ഞേ? ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും വായിച്ചോ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലമുള്ള ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. അതായത് ആദം എന്ന ഒരു മനുഷ്യൻ മൂലമുള്ള പാപത്തിലൂടെ വന്ന സകലതും യേശു എന്ന ഒരു മനുഷ്യൻ, ദൈവമനുഷ്യൻ ഏറ്റെടുത്തുകൊണ്ട് അത് മുഴുവനും പരിഹാരം ചെയ്ത് നമ്മളെ കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതാണ് ഇംഗ്ലീഷിൽ വേറൊരു വാക്ക് പറയാറുള്ളത്. അതാണ് വി ആർ അക്വിറ്റഡ്. യു ആർ അക്വിറ്റഡ്. അത് 2 കൊറിന്ത്യോസ് 5 ഈ ആശയം 2 കൊറിന്ത്യോസ് 5 പറയുന്നത് ഇങ്ങനെയാണ്. 2 കൊറിന്ത്യോസ് 5:17 19 പറയുന്നത് നോക്കാം. 19 അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ 2 കൊറിന്ത്യോസ് 5:19 അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവനീതി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നീതിയുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ഇനിയും വീണ്ടും കാറ്റഗിസത്തിലേക്ക് നമുക്ക് പോകാം. 994 പറയുന്നത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. Justification is the most excellent work of God's love made manifest in Christ Jesus and granted by the Holy Spirit. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ
കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിന്റെ കാരണം നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ കാരണം നമ്മളാണെന്നുള്ള. നമ്മുടെ പാപത്തിന് കാരണം നമ്മളല്ല. പതുക്കെ പറയട്ട, പിള്ളേരൊന്നും കേൾക്കട്ട. ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് ചിന്ത. കാരണം നമ്മളെല്ലാവരെയും പറഞ്ഞ് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണതേ, നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദയ്ക്കാണെങ്കിൽ നീയൊക്കെ നരകത്തിൽ പോകുന്നു. ഇല്ല, എല്ലാം ഈശോ ഏറ്റെടുത്തു. ഉത്ഭവഭാവം മാത്രമല്ല, എല്ലാം ഏറ്റെടുത്തു. കർമ്മഭാവം ഉണ്ടാകുന്നത് ഉത്ഭവഭാവത്തിൽ നിന്നാണ്. കർമ്മഭാവത്തിന്റെ കാരണം ഉത്ഭവഭാവമാണ്. സകല പാപവും അതാണ് ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്മരിയാട്ടെ കുട്ടിയായ ഈശോ. ഭൂലോകപാപം എന്ന് പറയുന്നതിൽ ഉത്ഭവഭാവവും കർമ്മഭാവവും. അപ്പൊ ഈ ഉത്ഭവപാപവും കർമ്മപാപവും മാമോദീസായിലൂടെ നമ്മളിൽ നിന്ന് പൂർണ്ണമായി മുറിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പാപം ചെയ്യണേ? എന്തുകൊണ്ടാ പാപം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. എന്ത് വിശ്വസിക്കുന്നില്ല? നീതീകരണം എന്താണെന്ന്. ഇപ്പോ അതിനെങ്ങനെ അവതരിപ്പിക്കണം? അതായത് ഇപ്പം നമ്മളൊരു ഉദാഹരണം, നമ്മുടെ വീട്ടിലൊരു കാര്യം ചിന്തിക്കാം. നിങ്ങളുടെ മകൻ ഒരു തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നണേ? അമ്മച്ചി എന്താ വിചാരിക്കും? അമ്മച്ചിക്ക് എന്താ? അമ്മച്ചി ഉടനെ കിടന്ന് കരയാൻ തുടങ്ങില്ലേ? ആണോ അല്ലയോ? എന്താ അമ്മച്ചിമാർ? നമ്മൾ കരച്ചിലോട് കരച്ചിൽ. എൻ്റെ ഭാര്യയാണെങ്കിൽ ഉടനെ ബോധം കെട്ട് വീഴും. നമ്മളും ബോധം കെട്ടു. മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ? അവൻ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ടല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തേ. എന്താ പറയണേ? ഇനി ഇപ്പൊ നിങ്ങളൊരു ചോദ്യം, അവരെന്ത് ചെയ്യണം പറയും? അവനെ ജാമ്യത്തിലിറക്കണം. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സജഷൻ ഉണ്ടോ? അവൻ തെറ്റ് ചെയ്തെങ്കിൽ നമ്മുടെ സാധാരണ നാട്ടു നടപ്പനുസരിച്ച് നമ്മൾ എന്താ പറയാറ്? തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. ഇന്നും നമ്മൾ ഇതല്ലേ നമ്മുടെ ജനറൽ തിങ്കിങ് ഇല്ലേ? നമ്മുടെ ജനറൽ തിങ്കിങ് ഇതാണോ? ആണോ അല്ലയോ? അതാണ്. അതല്ല ദൈവനീതി. അതാണ് കറക്റ്റ്. അതാണ് ദൈവനീതി. അപ്പൊ അവനെ ശിക്ഷിക്കണ്ടേ? മനസ്സിലായോ? ഇപ്പോ ഇങ്ങനെ ഇരിക്കെ കുറച്ചും കൂടി അതിനെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം. അതാണ് തമ്പുരാൻ ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കണില്ലെന്നേ. അതാണ് തമ്പുരാൻ ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കണം. സ്നേഹം എന്ന് മാത്രമല്ല, അതാണ് സ്നേഹത്തെക്കാൾ നീതി എന്ന് പറയണത്. നീ നോക്കിക്കോട്ടോ, ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ്. ഇപ്പോ ഈ പോലീസ് പിടിച്ചെന്ന് കഴിഞ്ഞപ്പോ അമ്മ കിടന്ന് കരച്ചില് തുടങ്ങി. അപ്പൊ അപ്പം പറയും, നീ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അവൻ ഭയങ്കര തെറ്റാ ചെയ്തത്. എനിക്കാന്ന് അറിഞ്ഞൂടെ, എന്റെ മോനെ എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങളെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, അതെ അവൻ ചെയ്തേക്കണ വലിയ തെറ്റാണ്. 1,00,000 രൂപ അല്ലെങ്കിൽ എത്ര $10,000 അവിടെ കെട്ടിവെച്ചാലേ അവനെ ഇറക്കാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് കാശില്ലേ? എന്നാൽ എൻ്റെ താലിമാലയും വളയെല്ലാം കൊണ്ടുപോയിട്ട് എങ്ങനെയാലും എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരണം. ഇതല്ലേ പറയോ? ആണോ അല്ലയോ? അത്രയും വേണമെന്നാണോ അമ്മ ചിന്തിക്കണേ? വരട്ടെ, ഇത് കംപ്ലീറ്റ് ആക്കട്ടെ സാറേ. അതെല്ലാം വരട്ടെ. നമ്മളിപ്പോ ഇതാണീ പറയണത്. നമ്മൾ അവന്റെ വശത്ത് ചിന്തിക്കാണ്. അവൻ പരിതപിക്കട്ടെ, അവൻ പശ്ചാത്തപിക്കട്ടെ, എന്നിട്ട് ഞാൻ അവരെ ഇറക്കിക്കൊണ്ടോന്നായിരിക്കും സാർ പറയാൻ പോണത്. അവിടെ ദൈവനീതിയില്ല. കേക്കൂ,
അങ്ങനെ അവിടെ ചെന്നു ഈ അമ്മയുടെ മോതിരവും താലിമാല എല്ലാം കൊടുത്ത് വിറ്റു. ഇതിനെന്താ ബൈബിളിൽ പറയുന്ന ഒരു വാക്ക് പറയണ കേട്ടോ, ഇപ്പൊ മനസ്സിലാവും. മോചനദ്രവ്യം. എന്താണ് ആ വാക്ക്? മോചനദ്രവ്യം. ക്രിസ്തു അപ്പോ നമ്മൾ അവന് വലിയൊരു വില കൊടുത്തു. മോചനദ്രവ്യം അടച്ചുകൊണ്ട് അവനെ ഹീസ് അക്വിറ്റഡ്. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീസ് അക്വിറ്റഡ്. അവന്റെ കുറ്റമെല്ലാം അവനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇതിനാണ് ദൈവനീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അവൻ പുറത്തു വന്നപ്പോ അപ്പച്ചനെ കണ്ടപ്പോ അവൻ കെട്ടിപ്പിടിച്ച്, എന്റെ അപ്പച്ചോ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി മേലിൽ ഞാനിങ്ങനെ ചെയ്യില്ല. ഇതാണ് അനുതാപം. വീട്ടിൽ വന്നപ്പോ അമ്മ അവനെ കെട്ടിപ്പിടിച്ചോ, എന്റെ മോനെ, എടാ മോനെ, അമ്മച്ചി തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഞാനിത് അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള മോചനദ്രവ്യം എന്നുള്ള ഒരവസ്ഥയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഹി ഗേവ് ഹിസ് ബ്ലഡ് ആൻഡ് ഹിസ് ബ്ലഡ് ബിക്കം എൻ ഇൻസ്ട്രുമെന്റ് ഫോർ അവർ സാൽവേഷൻ. ദാറ്റ്സ് ദ പോയിന്റ്. അതാണ് 192. ക്രൈസ്റ്റ് ഹു ഓഫേർഡ് ഹിംസെൽഫ് ഓൺ ദ ക്രോസ് ആസ് എ ലിവിംഗ് വിക്ടിം. ഈ ലിവിംഗ് വിക്ടിം എന്നുള്ളത് ഭയങ്കര ഒരു പോയിന്റാണ്. നമ്മളിത് പറയുന്നുണ്ട്, സജീവ ബലിയായി സമർപ്പിച്ചു, സജീവ ബലിയായി സമർപ്പിച്ചു. എന്താ സജീവ ബലി എന്ന് പറഞ്ഞാൽ അർത്ഥം? പഴയ നിയമത്തിലുള്ള എല്ലാ ബലികളും, ആടിനെയും കാളേനെയും ബലിയർപ്പിച്ചതെല്ലാം സജീവമായിരുന്നോ? ആടിനെ കൊന്നു കഴിഞ്ഞിട്ടാ ബലിയർപ്പിക്കണത്, ഇല്ലേ? ആടിനെ കൊന്നു കഴിഞ്ഞപ്പോ ചത്ത ആടിനെ കൊണ്ടേ അർപ്പിച്ചു. എന്നാൽ യേശു അർപ്പിച്ചത് ചത്ത ആടിനെ അർപ്പിച്ച മാതിരിയാണോ? യേശു ബലിയർപ്പിച്ചത് ചാവാത്ത ബലിയാണ്, അതായത് സജീവ ബലി. യേശു ബലി അർപ്പിക്കുന്ന സമയത്ത് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, യേശു മരിച്ചിട്ടില്ല. അതാണ് വലിയ കാര്യം. ഈശോ അർപ്പിച്ച ബലി സജീവ ബലിയാണ്. ബലി അർപ്പണം കഴിഞ്ഞപ്പോ യേശു മരിച്ചു. യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ മുഴുവൻ പാപം ഏറ്റെടുത്ത ആ രക്തം മുഴുവനും വാർന്ന് തന്റെ ശരീരത്തിലൂടെ ഒഴുകി, അവസാനത്തുള്ളി പോലും ഒഴുകി കഴിഞ്ഞപ്പോ ഈ ശരീരത്തിൽ ഇനി രക്തമുണ്ടോ? ഇല്ല. ആ രക്തം മുഴുവനും രക്തം മുഴുവനും ഒഴുക്കി കളഞ്ഞ ശരീരമാണ് അടക്കിയിരിക്കുന്നത്. അടക്കി, ഇല്ലേ? ശ്രദ്ധിക്കണേ, അടക്കി. ആ അടക്കിയ ശരീരത്തിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ 3-ാം ദിവസം എന്ത് വന്നിരിക്കുന്നു? പുതിയ രക്തം വന്നിരിക്കുന്നു. അതാണ് പുതുജീവൻ എന്ന് പറയുന്നത്. ആ പുതിയ രക്തമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിലനിൽക്കുന്നത്. ആ പുതിയ രക്തമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന യേശുവിന്റെ ശരീരവും രക്തവും. ആ പഴയ രക്തം മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിനെ മുഴുവനും ബലിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഈ ദൈവത്തിന്റെ നീതീകരണം ആദ്യം മനസ്സിലാക്കുക, അപ്പോ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോ വേറൊരു തരത്തിൽ പറയണം. ഇപ്പൊ ഒരു അമ്മച്ചി എന്നോട് പറയണം, എന്റെ ബ്രദറെ, എന്റെ മകൻ ഭയങ്കര മദ്യപാനവും പിന്നെ എന്താ ഡ്രഗിന് എന്താ പറയണേ, മയക്കുമരുന്നാണ്. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ഞാൻ അവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യരുത്, അവരെന്താ മനസ്സിലാകാത്തത്, ഇനി അവരിതാ മരിച്ചാണെങ്കിൽ ഞാൻ വീട്ടിൽ കയറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തിനാ ഇത്ര ദേഷ്യപ്പെടണത്? അല്ല, അവനോട് ഞാൻ ഈ കഷ്ടപ്പെട്ട, അവൻ എന്റെ അടുത്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് അവൻ ഇതേമാതിരി എല്ലാം തകർക്ക് നശിപ്പിക്കണം, അവന് ഞാൻ ഇനി വീട്ടിൽ കയറ്റില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുരാട്ടിയും കുട്ടിയായി ഈശോമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. അതൊക്കെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാ. അപ്പൊ അവിടെ ആരുടെ പാപങ്ങളൊക്കെയാണ് അതിനകത്ത് നീക്കിയേക്കണത്? അതിപ്പോ അത്രയൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല. പ്രാർത്ഥിക്കണേ. അതിനകത്ത് അമ്മച്ചിയുടെയും ഈ കഞ്ചാവടിക്കണ മദ്യപിക്കണ മകന്റെയും പാപം അതിനകത്തുണ്ടോ?
ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പുരാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാൻ. ശരിയാണല്ലോ. അപ്പോ ഇത് അമ്മച്ചിക്ക് ശരിക്കും വിശ്വാസമാണോ? ഇപ്പൊ എനിക്ക് വിശ്വാസമാണ്. അതാണ് വിശ്വാസം. അപ്പൊ അമ്മച്ചി ഇനി അവനോട് എന്ത് പറയണം? എന്നാലും അവൻ ഇങ്ങനെ ചെയ്യണോ? അതാണ്, അവനോട് എന്ത് പറയണം? അവനോട് പറയണം, മോനെ, നിന്റെ ഈ തിന്മ നിനക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിന്റെ തിന്മയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കണു. നീ അതൊന്ന് മനസ്സിലാക്ക്, അതൊന്ന് വിശ്വസിച്ച് വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാടെ കൊട്ടാ, വാ. ഇപ്പൊ നിങ്ങൾക്കൊരു സമാധാനം വരണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇതാണ് സമാധാനം എന്ന് പറയുന്നത്. അമ്മച്ചിക്ക് ഭയങ്കര സമാധാനമായി. പറയാണ്, ബ്രദറെ, എനിക്കിപ്പോ എന്തോ ഒരു സമാധാനം. അതാണ് ലത്തീൻ കുർബാനയിലെ സമാധാന ആശംസയ്ക്ക് മുമ്പ് പറയുന്ന ഒരു പ്രാർത്ഥന. അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നിട്ട് വിട്ടുപോയത്. Lord Jesus Christ, don't look at our sins, but look at the faith of your church and grant us peace. കണ്ടോ? മലയാളത്തിൽ എങ്ങനെയാണത് വരാം? ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയിലുള്ള വിശ്വാസത്തെ തിക്കൻ പാർത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം തരണമേ. അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ പാപങ്ങൾ പരിഗണിക്കാതെ ആദവും ഹവ്വയും ചെയ്ത പാപത്തെ പ്രതിയും ആ പാപത്തിന്റെ പരിണതഫലങ്ങൾ പ്രപഞ്ചത്തിൽ ചെയ്ത എല്ലാ അവസ്ഥകളെയും യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമുക്ക് നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഇത് കൂടുതൽ കേൾക്കാൻ നമ്മുടെ 9 ദിവസത്തെ ധ്യാനം കൂട്ടണം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് എളുപ്പം മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇനി ഇതാണ് ഫരിസേയർക്ക് മനസ്സിലാകാത്തത്. അതായിരുന്നു ഫരിസേയരും നിയമജ്ഞനും യേശുവും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ്. ഫരിസേയരും നിയമജ്ഞരും പറയണത്, നീ ഈ കൽപ്പന അനുസരിക്കണം, മോശ നൽകിയിരിക്കുന്ന കൽപ്പനകൾ ഇന്നത് നീ അനുസരിച്ചാലേ നീ നീതീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അതേത് നീതിയാണ്? അതിനാണ് ഫരിസേയ നീതി എന്ന് പറയുന്നത്. ഫരിസേയ നീതി അനുസരിച്ച് 10 കൽപ്പനകൾ അനുസരിച്ചാൽ അവർ നീതീകരിക്കപ്പെട്ടു. അപ്പൊ പിന്നെ ക്രിസ്തു എന്ത് ചെയ്തു അവർക്ക് വേണ്ടി? മനസ്സിലായോ? അപ്പോ 10 കൽപ്പന കൃത്യമായി അനുസരിച്ചാൽ ഞങ്ങൾ നീതീകരിക്കപ്പെടും എന്നവർ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അവർ വിച്ഛേദിക്കുന്നു. ഇതാണ് ഈ ഇടയ്ക്ക് കൃത്യമായി ഡേറ്റ് വരെ ഞാൻ പറയാം. കഴിഞ്ഞ മാസം 7-ാം തീയതി പോപ്പ് നൽകിയ സന്ദേശത്തിൽ ഹോമിലി ഇതായിരുന്നു: കൽപ്പന പാലിക്കണം. പക്ഷേ കൽപ്പന പാലിക്കുന്നത് നമ്മുടെ ശക്തിയിലൂടെ അല്ല, യേശുക്രിസ്തുവിന്റെ കൃപയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയുമാണ്. അല്ലെങ്കിൽ നമ്മളും ഫരിസേയരെ പോലെ ആകും എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളിൽ ഒരു ഫരിസേയനുണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു കുറ്റം വിധിക്കണ കാര്യത്തിലാണെങ്കിൽ അതിനേക്കാൾ വലിയ ഫരിസേയത്വം നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ഈ കൽപ്പന കൃത്യമായിട്ട് പാലിച്ചാൽ നീതീകരിക്കപ്പെടും എന്ന് വിചാരിക്കുന്നതാണ് അതിലും വലിയ ഫരിസേയത്വം. മറിച്ച് നമ്മൾ വിചാരിക്കേണ്ടത്, വിശ്വസിക്കുന്നത്, കർത്താവ് ഈശോ മിശിഹ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പരിഹാരം ചെയ്ത് മോചനദ്രവ്യമായി തന്റെ രക്തത്തെ നൽകിക്കഴിഞ്ഞതിന്റെ കൃപാവരമാണ് നമ്മളിൽ മാമോദീസായിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. ആ കൃപയാണ് ദൈവീകത മാനുഷികതയിൽ ലയിക്കുമ്പോൾ ആ ദൈവീകത മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു.
അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കറകളുടെയും കറ കഴുകിക്കളയണേ. അവിടുത്തെ അനുഗ്രഹത്താലും കൃപയാലും ഞങ്ങളുടെ പാപങ്ങളുടെ മാലിന്യം പോലും തുടച്ചു മാറ്റണമേ. ഇതിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ നീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ദൈവനീതിയെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ CCD ക്ലാസ് നടത്തുന്ന അധ്യാപകരുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് കൽപ്പന ലംഘിച്ചാൽ നീ നരകത്തിൽ പോകും, നീ പാപം ചെയ്താൽ നീ നരകത്തിൽ പോകും. ഇതല്ലേ നമ്മൾ പഠിപ്പിക്കണേ? ആണോ അല്ലയോ? എങ്കിൽ പിന്നെ കർത്താവ് ചോദിച്ച എന്താ ചെയ്തേ? നമ്മൾ പാപം ചെയ്താൽ നരകത്തിൽ പോകുമെങ്കിൽ കർത്താവ് ചോദിച്ച വന്നിട്ട് വല്ലതും നമുക്ക് വേണ്ടി ചെയ്തോ? എന്താ ചെയ്തേ? നമ്മൾ ആ ഫാത്തിമ പ്രയർ എന്ന് പ്രാർത്ഥിച്ചേ, ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ പ്രാർത്ഥിച്ച എല്ലാവരും, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. ശരിയാണ്. ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. 2 ചേട്ടന്മാർ എൻ്റെ അടുത്ത് വായോ, വാ, ജോസുമോനും വാ, ഈ അപ്പച്ചനും വായോ, യു ബോത്ത് കം. ഇപ്പോൾ ഞാനൊരു മഹാപാപിയാണ്, ഞാൻ നിരീശ്വരവാദിയാണ്, മാരകമായ പാപത്തിൽ ഞാൻ ജീവിക്കുന്നു. എങ്കിൽ ഞാൻ എവിടെ പോകണം? നരകത്തിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എനിക്ക്. ഇദ്ദേഹം ഇപ്പോൾ പിശാചിന്റെ റോളിലാണ് കേട്ടോ. ഇദ്ദേഹം പിശാചിന്റെ റോളിൽ എന്നെ എങ്ങനെയായാലും നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ പുറകെ നടക്കാൻ, സകല പാപങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട്. ഇദ്ദേഹം കത്തോലിക്ക സഭയാണ്, മാർപ്പാപ്പ, സകല വൈദികർ. എത്ര വൈദികരുണ്ടെന്ന് അറിയോ കത്തോലിക്ക സഭയിൽ? 5 ലക്ഷമെങ്കിലും കൂട്ട്. 500,000 ബലിയാണ് ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്നത്. അതുകൂടാതെയുള്ള എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന. ഇത് മുഴുവനും കൊണ്ട് നിൽക്കുന്ന ഇയാള് എന്നെ നരകത്തിൽ പോകുന്നത് നോക്കി നിൽക്കുവോ? പറയും, നോക്കി നിൽക്കോ? പിടിച്ചോ, പിടിച്ചോ. എന്ത് ചെയ്യും? ഇപ്പം പഠിച്ചോ, നോക്ക് ആരെ ജയിക്കണേ നോക്കിക്കോ. ഈ വലിയിൽ ആര് ജയിക്കും എന്നുള്ളത് ഒന്ന് നമുക്കറിയാവുന്നല്ലേ ഉള്ളൂ. പിശാച് ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. എന്നാൽ ഇവിടെ ആരാ നിൽക്കണത്? ദൈവം തമ്പുരാൻ തന്നെയാ. ഇപ്പൊ ആരാ ജയിക്കാൻ? സകല മാലാഖമാരും മാതാവും സകല വിശുദ്ധന്മാരും ഇവരെല്ലാം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. പിശാചിന് വിട്ടു കൊടുക്കുമോ? കൊടുക്കുമോ? ഒന്ന് വിശ്വസിച്ചേ, ഇനി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് ഇത്ര വലിയ ആളാണെന്നും പിശാച് എല്ലാവരെയും നരകത്തിൽ കൊണ്ടുപോകുന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പിശാച് വെറും ധൂളി പോലെയാണ്. സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ആ ദൈവത്തിന്റെ മകനായ ഈ തോമസ് പോളിനെ പിശാച് നരകത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കും എന്നാണോ വിചാരിച്ചേക്കണേ നിങ്ങൾ? ആണോ? അല്ല, ഒരിക്കലുമല്ല. ആ പിശാചിന്റെ വലയിൽ നിന്നും നേടുക എന്നതാണ് കർത്താവിന്റെ വെല്ലുവിളി. അതിൽ കർത്താവ് വിജയിക്കുമോ ഇല്ലയോ? വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ക്രിസ്തു രാജാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. സർവാധിപനാം കർത്താവേ എന്ന് പറയുന്നതിന്റെ അർത്ഥം. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആകത്തുക. സമാധാനമായോ? എന്നാലും ഈ ആൾക്കാർ പാപം ചെയ്യണ കാണുമ്പോൾ നമുക്ക് അവരെ ഒന്നും ചൊറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ഇല്ലേ?
എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. നീ എന്തൊക്കെ ചെയ്താലും അതൊന്നും വിജയിക്കാൻ പോണില്ല. കർത്താവ് ഈശോ മിശിഹ നിന്റെ പാപത്തിന് മുഴുവനും പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ഇപ്പൊ നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ കടന്നിട്ട് അയ്യോ അവൻ ആകെ നശിപ്പിച്ചു എന്നും പറഞ്ഞ് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസത്തോടെ നിൽക്കുകയാണെങ്കിൽ അവനോട് പറയണം, എടാ മോനെ, നിനക്കറിയോ കർത്താവ് ഈശോ മിശിഹ നിന്റെ സകല പാപങ്ങൾ ഏറ്റെടുത്തു നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നീ ചെയ്ത ഈ തെറ്റ് അതിനും കർത്താവ് ഈശോ മിശിഹ ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ തന്നെ ആകെ അന്തം വിട്ടു ഇത് കേൾക്കുമ്പോ. അതിനാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഇതിനെന്താ പറയണേ? സുവിശേഷം. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മറിച്ച് നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ നരകത്തിൽ പോകുള്ളൂ, ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ന്യൂസ്. അത് കരുണയാണോ? എന്താ അമ്മച്ചി പറഞ്ഞു? അങ്ങനെ IS പോലെയുള്ള കൊലയാളികൾ എന്താണ് അവർക്ക് പ്രശ്നം? അവര് ഒരിക്കലും അവരെ ശിക്ഷ ഉണ്ടാവില്ല. നമ്മളൊക്കെ പ്രാർത്ഥിച്ചപ്പോ എന്താ? ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിച്ചത് എന്താ? ഓൻ്റെ ഈശോ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഈ IS-കാരെയും അല്ലെ? അതിലെ അർത്ഥം പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ കൊലയാളികളെ. അതാണ് കരുണ എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ ഈ കരുണ കൊണ്ടൊക്കെ ചെല്ലണതിന്റെ ഉദ്ദേശം എന്താ? ഈ ക്രിസ്ത്യാനികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ അതോ പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ? പറഞ്ഞേ. ഒരു സെക്കൻഡ്, ഒരു ചോദ്യം. ആർക്കറിയാം മറ്റയാളെ രക്ഷപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതെല്ലാം മനസ്സിലാക്കാം. അവിടെ എവിടെ ചോദ്യം? സ്വർഗവും പരദീസായും രണ്ടല്ല, ഒന്ന് തന്നെയാ. അതിന് മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വർഗം. ഇതാണ് ഓക്കെ. എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സഹവാസമാണ് സ്വർഗം. 1024 പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗത്തെ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അതങ്ങനെ ഒരു സ്ഥലം ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ശുദ്ധീകരണവും സ്ഥലവും ഒരു സ്ഥലമല്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് ലൈഫാണ്, ഒരവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോവല്ലേ. ശരീരത്തിന്റെ ഉയർപ്പിൽ അന്ത്യത്തിൽ കിട്ടുന്നത് മാത്രമല്ല, നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. നിത്യജീവനിൽ എപ്പോഴാ വിശ്വസിക്കണേ? മരിച്ചു കഴിഞ്ഞിട്ടാണോ വിശ്വസിക്കണേ? അത് ഇപ്പോഴാ വിശ്വസിക്കണേ? ഇപ്പൊ നിങ്ങൾ നിത്യജീവനിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ ഇല്ല, അങ്ങനെയല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ഉത്തരം ഇതാണ്: ഏകസത്യ ദൈവമായ അങ്ങയിലും അങ്ങയച്ച യേശുക്രിസ്തുവിലും
യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതിവിടെ വെച്ച് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കണോ? നിത്യജീവൻ മാമോദീസായിലൂടെ ജീവന്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവർ, മാമോദീസായിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിത്യജീവൻ അർഹരാക്കപ്പെട്ടിരിക്കുന്നു. ആ നിത്യജീവന്റെ പൂർണ്ണമായ അനുഭവമാണ് മരണശേഷം നമുക്ക് ലഭിക്കുന്നത്. കർത്താവിന്റെ ശരീരവും രക്തവും പാപമോചനത്തിനും നിത്യജീവനുമായിട്ട് നിങ്ങൾ സ്വീകരിക്കുവിൻ. അപ്പോ ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത്, അതിന്റെ ഞാൻ വായിക്കാം. 1002 ഖണ്ഡികയിൽ പറയുന്നത്, അന്ത്യദിനത്തിൽ നമ്മൾ ഉയർക്കും എന്നത് ശരി തന്നെയെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യദിനത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ആ ഉയർപ്പ് എന്റെ മുൻ ആസ്വാദനമായിട്ട് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളത് അനുഭവിക്കുകയാണ്. ആത്മാവിലുള്ള ജീവിതം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതാണ് ആത്മാവിലുള്ള ജീവിതം തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല, അവിടെ നമ്മുടെ ഈ ശരീരം ഇവിടെ വെച്ച് രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥയാണ്. 1002 ഇതിനകത്ത് കുറച്ച് പേജില്ലേ? ഉണ്ട്. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കും എന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ